നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങുകൾ വരുമ്പോൾ അവരെക്കുറിച്ച് വിശദമായിട്ട് അറിയുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അതിനു വേണ്ടി കിട്ടാവുന്ന സോഴ്സുകളൊക്കെ പരതുകയും ചെയ്യും. പലയിടത്തു നിന്ന് നിങ്ങൾക്ക് അറ്റവും മുറിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ വിശദമായ വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു. ആരാണ് മാറ്റിയസ് ഹെർണാണ്ടസ്? എവിടെയാണ് അദ്ദേഹം കളിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രായമെന്ത്? എത്ര കാലത്തേക്കാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്? ഏതൊക്കെ പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കളിയുടെ പ്രത്യേകത എന്താണ്? ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തത് മാറ്റിയസ് ഹെർണാണ്ടസിനെ, സ്പാനിഷ് മിഡ്ഫീൽഡർ മാറ്റിയസ് ഹെർണാണ്ടസിനെ സൈൻ ചെയ്യുന്നു എന്നാണ്. വേഴ്സറ്റൈലായിട്ടുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. ഈ ഒരു സീസണിലേക്ക് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14 ആരംഭിക്കുന്ന ഈ 2026 ആദ്യ പകുതിയിൽ നടക്കുന്ന ഈ സീസണിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത്. അതായത് ഒരു ഇൻട്രീം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ഹെർണാണ്ടസ് സ്പെയിനിലെ സലമാങ്കയിൽ ജനിച്ചയാളാണ്. 1.86 മീറ്റർ ഉയരമുള്ള വളരെ ടോൾ ആയിട്ടുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം വേഴ്സറ്റൈലായിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തെ സെൻറ്റർ ബാക്കായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും. സോ ടീമിൻ്റെ ടാക്റ്റിക്കൽ ഡിമാൻഡിനനുസരിച്ച് സെൻറ്റർ ബാക്കായിട്ടും അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന മികച്ച വേഴ്സറ്റൈൽ പ്ലെയറെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രസൻസും അതുപോലെ തന്നെ പൊസിഷണൽ അവയർനെസ്സും, അതിൻ്റെ ഒരു ബ്ലെൻഡ് തീർച്ചയായിട്ടും ടീമിനെ ഒരു എൻജിൻ റൂം എന്ന രൂപത്തിൽ മാച്ച് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി. ബാക്ക് ലൈനിനൊരു ഷീൽഡായിട്ട് എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് മിഡായിട്ട് ബാക്ക് ലൈനിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഷീൽഡ് എന്ന രൂപത്തിൽ നിൽക്കുകയും എതിരാളികളുടെ മുന്നേറ്റത്തെ മുളയിലെ നുള്ളാനും കഴിയുന്നു. പിന്നെ ആ ബോൾ എതിരാളികളുടെ മുന്നേറ്റം തടഞ്ഞ് ഫോർവേഡ് പ്ലേക്കുള്ള ഇനീഷ്യലായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. നേരത്തെ അദ്ദേഹം ഇന്ത്യയിൽ ഗോകുലം കേരള FC അദ്ദേഹം ഉണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡാപ്റ്റബിലിറ്റി വളരെ കൃത്യമായിട്ട് അതിൽ നിന്നൊക്കെ വ്യക്തവുമാണ്. സോ മികച്ച രൂപത്തിൽ കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ബിൽഡപ്പിലൊക്കെ നല്ല രൂപത്തിൽ ഇൻവോൾവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 28-കാരനായിട്ടുള്ള സ്പാനിഷ് താരം മാറ്റിയസ് ഹെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ ക്ലബ്ബുകളിൽ അദ്ദേഹം ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി സ്വാഭാവികമായിട്ടും ആരാധകർ പരിശോധിക്കുമല്ലോ. സ്പെയിനിലെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളിലാണ് പ്രത്യേകമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. റയോ കാൻറ്റാബ്രിയയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ ജിംനാസ്റ്റിക്കയിൽ അദ്ദേഹം 2018-19 സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാഡഡോ, പിന്നെ സലമങ്ക CFൻ്റെ B ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോർമെൻറ്റേഡ ക്ലബിലുണ്ടായിരുന്നു. CD മാരിനോ, അതുപോലെ തന്നെ സലമങ്ക CFൻ്റെ മെയിൻ ടീമിൽ അദ്ദേഹം 2022-23 സീസണിൽ കളിക്കുകയുണ്ടായി. ഇങ്ങനെ വന്ന് അദ്ദേഹം ഗോകുലം കേരള FC ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO പങ്കുവെക്കുന്നത്. മാറ്റിയസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ കണ്ടീഷനിൽ ഓൾറെഡി അക്ലമൈറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ വരുമ്പോൾ ഉള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി ചില പൊസിഷനുകളിൽ നമുക്ക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനും സഹായിക്കും. വി വുഡ് ലൈക്ക് ടു വിഷ് ഹിം ദി ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് സീസൺ എന്നാണ് KBFCയുടെ CEO പറയുന്നത്. ഏതായാലും നമുക്ക് പ്രതീക്ഷ വെക്കാം ഈ സീസൺ എങ്ങനെയാണ്. അപ്പോൾ ഷോർട്ട് ടേം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് താരങ്ങൾ വരുന്നത്. അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.